ഹായ് ഫ്രണ്ട്സ്, മലയാളം മീഡിയയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് OTT ലിസ്റ്റ് നടക്കുന്ന സിനിമകളും സീരീസുകളും ഇന്നത്തെ സർപ്രൈസ് റിലീസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഏറ്റവും പുതിയതായിട്ട് OTT ലിസ്റ്റ് നടക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിലൊന്നാം സിനിമ നമ്മുടെ ദിലീപേട്ടൻ നായകനായെത്തി ഒരു കോമഡി ഡ്രാമ ഭാഗത്തിലൂടെ സിനിമയായിരുന്നു പവി കെയർ ടേക്കർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മനോരമാക്സ് സിംപ്ലി സൗത്ത് OTT അവകാശം വാങ്ങിച്ച സിനിമ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കിൽ റിലീസ് ചെയ്യപ്പെടുന്നൊരു അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഈ സിനിമ തിരുവോണ നാളിൽ മഴവിൽ മനോരമയിൽ പ്രീമിയർ ചെയ്യുന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാനാണ് സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അവിടുത്തെ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ഒരു മലയാള സിനിമ തന്നെയാണ്. നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ ശ്രുതി രാമചന്ദ്രൻ കൂട്ടുകെട്ടിലൊരുങ്ങി ഒരു കോമഡി ഡ്രാമ ഭാഗത്തിൽ വരുന്ന സിനിമയായിരുന്നു മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം സിംപ്ലി സൗത്ത് OTT അവകാശം വാങ്ങിച്ച സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം സെക്കൻഡ് വീക്കിലോ OTT റിലീസ് ചെയ്യപ്പെടുന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്തത് ഒരു മലയാള സിനിമ തന്നെയാണ്. ഒരു റൊമാൻസ് ഡ്രാമ ഭാഗത്തിൽ പെടുന്ന സിനിമയാണ് കൽബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ആരാണെന്നാണ് എല്ലാവരും ചോദ്യം. സൈനാപ്ല OTT അവകാശം വാങ്ങിച്ചു എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്, ഒഫീഷ്യലല്ല. അങ്ങനെയെങ്കിൽ ഈ സിനിമ സെപ്റ്റംബർ മാസം 12-ാം തീയതി സൈനാപ്ല വഴി നമുക്ക് എൻജോയ് ആയിട്ട് സാധിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഏറ്റവും പുതിയതായിട്ട് OTT ലിസ്റ്റ് ചെയ്ത് ഇറക്കുന്ന സിനിമകളായിട്ടുള്ളത്. ഇനി സീരീസുകൾ ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ സീരീസ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി സീരീസാണ്. ഒരു ആക്ഷൻ ത്രില്ലർ മാത്രമുള്ള സീരീസാണ്. ഗോലി സഡ റൈസിംഗ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ വരുന്ന ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് ഈ സീരീസിന് വേണ്ടി വെയിറ്റ്. അപ്പോൾ എത്ര പേരാണ് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എടുത്താൽ ശ്രമിക്കുക. രണ്ടാമത്തെ സീരീസ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോ ലവ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഓഗസ്റ്റ് മാസം 26-ാം തീയതി ആമസോൺ പ്രൈം വഴി ഈ സീരീസ് റിലീസ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്ന സീരീസിന് വേണ്ടി. അടുത്ത മൂന്നാമത്തെ സീരീസ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോൾ മീ ബായ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസ് സെപ്റ്റംബർ മാസം 6-ാം തീയതി ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് സീരീസിന് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി പ്രധാനം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും ഇത്രയും സീരീസുകളാണ് ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ തയ്യാറാക്കുന്ന സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി ഇന്നത്തെ സർപ്രൈസ് റിലീസ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജാഫ്രിഡിക്ക് പ്രധാനമെത്തി ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഒരു ഡ്രാമ ത്രില്ലർ മാത്രമുള്ള സിനിമയായിരുന്നു മായാവനം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വഴി സർപ്രൈസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. 2 ഓപ്ഷനിലാണ് സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാതെ കണ്ടവരെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി എടുത്താൽ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ്. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ നടക്കുന്ന സിനിമകളും സീരീസുകളും കൂടാതെ ഇന്നത്തെ സർപ്രൈസ് റിലീസുകളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എടുത്താൽ ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തത് കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലുള്ള OTT അപ്ഡേറ്റും റിവ്യൂസും കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കൻ വെച്ച് തുടർന്ന് നോട്ടിഫിക്കേഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ കിടിലൻ വീഡിയോ കാണുന്നവരേക്കും ബൈ.